നമസ്കാരം. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഫ്രീഡം വാലറ്റിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക, എങ്ങനെ ഫ്രീഡം വാലറ്റിൽ പാക്കേജ് എടുക്കുക എന്നുള്ളതാണ്. പലർക്കും ഫ്രീഡം വാലറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്രീഡം വാലറ്റിലേക്ക് പോകാം. കണ്ടില്ല, ഇവിടെ നമ്മളിപ്പോൾ ഡാഷ്ബോർഡ് എടുത്തു. ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരാം. ഇവിടെ ഡെപ്പോസിറ്റിൽ പോവാം. അതിനുശേഷം കോയിൻ സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, USDT നെറ്റ്വർക്ക് നമുക്കറിയാം, BIP20 എനിക്ക് സെലക്ട് വാലറ്റ് ഫ്രീഡം. കണ്ടില്ല, ഇവിടെ ഫ്രീഡം ഉണ്ട്. ഫ്രീഡത്തിലേക്ക് പോകാം. എന്നിട്ട് അഡ്രസ്സ് വന്നു സെലക്ട് ചെയ്യാം. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം, സബ്സ്ക്രിപ്ഷനിൽ പോവാം. കണ്ടിലൂടെ 105 നമ്മൾ ചെയ്യുക ഫ്രീഡത്തിലല്ലേ. അപ്പോൾ 105 ടച്ച് ചെയ്ത് അപ്പോൾ ഇവിടെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ല, അപ്പോൾ ഇവിടെയും അത് തന്നെ വരും. USDT സെലക്ട് നെറ്റ്വർക്ക് BSC ഇവിടെ നിന്ന് വന്നിട്ട് ഫ്രീഡം. ഓക്കെ, ഫ്രീഡം സെലക്ട് ചെയ്താൽ മതി. ഫണ്ടിങ് സെലക്ട് ചെയ്ത് ഫ്രീഡം സെലക്ട് ചെയ്യാം. ഫണ്ടിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടിങ്ങിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പിന്നെ ഫ്രീഡത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നേരിട്ട് ഫ്രീഡം വാലറ്റിനെ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഫ്രീഡം വാലറ്റിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നല്ലാതെ വീണ്ടും നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് വാലറ്റ് പോവാം. കണ്ടില്ലേ, ഇവിടെ ഫ്രീഡം എടുക്കാം. ഫ്രീഡം എടുക്കുക, സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഫ്രീഡം വാലറ്റ്. കണ്ടില്ല, അപ്പോൾ നേരിട്ട് ഫ്രീഡം വാലറ്റ് ഇവിടെ സെലക്ട് ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ. കണ്ടില്ലേ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തു. കണ്ടില്ല, അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് സംഭവിക്കും? ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം സിങ്ക്രണൈസ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്തതിന് സിങ്ക്രണൈസ് ചെയ്തിട്ട് ഏറ്റവും അടിയിലപ്പോൾ കറങ്ങി ചിലപ്പോൾ 1-2 തവണ ഇവിടെ ചെയ്താൽ മതി. പിന്നീട് വേണമെങ്കിൽ ഇവിടെ ചെയ്താൽ. അപ്പം നമുക്കിവിടെ അടിയിൽ ഡെപ്പോസിറ്റ് എന്ന് കാണിക്കും. മുന്നേ നമ്മളെങ്ങനെയാണ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റഡ് ഇത്ര $. ഇപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇവിടെ വരും. കാരണം 1 മിനിറ്റ് 2 മിനിറ്റ് മതി ഇവിടേക്ക് വരാനായിട്ട് മാക്സിമം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡെപ്പോസിറ്റ് കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ $105, 10 പാക്കേജ് ആണെങ്കിൽ $1050. അതിനുശേഷം നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ വീണ്ടും പോവുക. അവിടെ നിന്ന് വന്നതാണെങ്കിൽ അതുവഴി, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ വരാം. കണ്ടില്ല, അടിയിൽ മുകളിൽ ഗോൾഡൻ എക്സ് ഉണ്ട്. ഇത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഫ്രീഡമാണ്. കണ്ടില്ലേ, നമുക്ക് ഫ്രീഡമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ സബ്സ്ക്രൈബ് കൊടുക്കുക. സബ്സ്ക്രൈബിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്നു. കണ്ടപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 105 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 105 അടിയിൽ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ 1050 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1050 ഇവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പാക്കേജ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 കിടക്കുന്നുണ്ട്, 2 ആണെങ്കിൽ 2 ആക്കുക. കണ്ടില്ല, ഇവിടെ ടച്ച് ചെയ്താൽ മതി. പ്ലസ്സിൽ ടച്ച് ചെയ്താൽ മതി. ഇനി കൂടിക്കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കുറയ്ക്കാനും പറ്റും. കണ്ടില്ല, അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുക. 10 പാക്കേജ് ആണെങ്കിൽ 10 പാക്കേജ് എടുക്കുക. ഇവിടെ നമുക്ക് $1050 വേണ്ട, $1050. അപ്പോൾ ഈ ഇൻസഫിഷ്യൻ്റ് എന്നല്ല കാണിക്കുക, അവിടെ കൺഫേം ഇതായി കിടക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് അടിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊരു ടിക്ക് മാർക്ക് ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം പാക്കേജ് ബൈ ആവും. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.